ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞങ്ങൾ വീട്ടിൽ എല്ലാവരും ഉണ്ട്. ഇപ്പൊ വെക്കേഷൻ ആണല്ലോ, അപ്പൊ ആ ടൈമിൽ എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പൊ വീട്ടിലെല്ലാരും ഉണ്ടായപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, എന്തായാലും എവിടേക്കും ഞങ്ങൾ ദൂരം വൈക്കൊന്നും കുട്ടികളെ കൊണ്ട് ഇതുവരെയായിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സാഹചര്യം വരാൻ പറ്റാത്തൊരു സാഹചര്യക്കാരാ, അപ്പൊ ആരും പോകില്ല. അങ്ങനെ ഇതുവരെ ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ ലോകമൊന്നും പോയിട്ടില്ല. അപ്പൊ ഇക്കുറി പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. അപ്പൊ എല്ലാവർക്കും അസുഖം കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ ദൂരം ഒന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ അടുത്ത് തന്നെയാണത്, തേക്ക് മ്യൂസിയം ആണ്, നിലമ്പൂർ തേക്ക് മ്യൂസിയം. അപ്പൊ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. അപ്പൊ അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ ടിക്കറ്റിന് ഒരു വലിയ ആൾക്ക് 40 രൂപയാണ്. അപ്പൊ ടിക്കറ്റ് അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് ഒക്കെ എടുത്ത് കുട്ടികൾക്ക് ഉണ്ട്. 5 വയസ്സിന്റെ മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ട്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 15 രൂപയുള്ളൂ ടിക്കറ്റിന്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങള് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയപ്പം ഒരു വാനരൻ, ഒരു കുരങ്ങൻ, ആരുടെന്ന് അറിയില്ല, ഒരു കവറിൽ മിച്ചറും മുട്ടയും ഒക്കെ ഉണ്ട്. അതൊക്കെ അടിച്ചു മാറ്റി ഇവിടെ വന്നിട്ട് നല്ല കഴിക്കലാട്ടോ. അപ്പൊ കുട്ടികൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസം. ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നടന്നു പോകുക കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് കാണാൻ എന്താ വെച്ചാൽ മ്യൂസിയത്തിൽ കുറച്ച് പഴയ പുരാതന അങ്ങനെ ഓരോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളായിട്ട് ഗാർഡൻ കേട്ടോ. അല്ലാതെ കാര്യപ്പെട്ട അങ്ങനെ വേറെ ഇതൊന്നുമില്ല. ഈ കപ്പിൾസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, കപ്പിൾസ് അങ്ങനത്തെ ടീമിനൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അല്ലാതെ നമ്മള് കുട്ടികളെയും കൊണ്ടൊക്കെ ടൂർ പോകാൻ പറ്റിയൊരു സ്ഥലം അങ്ങനത്തെ ഇതൊന്നുമല്ല. എന്നാലും കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, തേക്കിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് സ്കൂൾ കുട്ടികൾക്കൊക്കെ. അപ്പൊ ഞങ്ങൾ വരുമ്പോ തന്നെ കുറെ സ്കൂൾ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. ഏത് സ്കൂളിലെ കുട്ടികളാണെന്നൊന്നും അറിയില്ല. അപ്പൊ അവര് ഗാർഡൻ അവിടെയൊക്കെ ചുറ്റിക്കഴിഞ്ഞ് പോകാനുള്ള പുറപ്പാടാ തോന്നുന്നു. ഇന്നത്തെ ഇതെന്താന്നുള്ള അറിയില്ല, ഭയങ്കര തിരക്ക്. ഞാൻ ആദ്യമായിട്ട് കാണട്ടെ ഇങ്ങനെ എവിടെയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്ര തിരക്ക്. കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് ദൂരത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വലിയ വണ്ടിയിലൊക്കെ വന്നിട്ട്, ബസ്സിലും ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്നിട്ട് ലോങ്ങൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല തിരക്കാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഇവിടെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ ചെരുപ്പൊക്കെ ഇവിടെ തന്നെ അയച്ചു വെക്കണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചു. അതിനുശേഷം ഞങ്ങൾ ഇതിന്റെ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ വരുമ്പോ തന്നെ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും ഓരോന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ കുറിച്ച് വിശദീകരിച്ച് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ തേക്കിന്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ, അതായത് ചെറിയ കുട്ടികൾക്കൊക്കെ അത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവില്ലല്ലോ, അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബോർഡിൽ ഇങ്ങനെ ഒരു ഇതില് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് എന്തൊക്കെയാണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിത് അതിന്റെ ഫുള്ള് വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് തിരക്കുള്ള കാരണം മോളിങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് കണ്ട ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. മോളിങ്ങനെ തിരക്കൂട്ടം വെച്ച് വരും ഓലെ കയ്യിൽ പോയി ഇറങ്ങാണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ കയറിയത്. അപ്പം ഞാനിങ്ങനെ ഒറ്റയടിക്ക് വീഡിയോ എടുത്ത് കണ്ട് നമുക്ക് ഓടാൻ പറ്റില്ല, എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. അപ്പൊ അങ്ങനെ അകത്തേക്ക് കയറി. ഇവിടെ ഒരു വലിയൊരു തേക്ക് കൂട്ടാൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് 2 വലിയ തടികൾ ഇങ്ങനെ ഇട്ടിട്ട്, തേക്കിന്റെ 2 തടികൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ വർഷവും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നോക്കാനുള്ള ടൈമും കാര്യവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ആ ഒരു ഇതിൽ കൂടെ അങ്ങനെ ഇറങ്ങിയിട്ട്, അതായത് ഒരു ചെറിയൊരു സ്റ്റെപ്പ് 2-3 സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ ഒരു സൈഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് വെച്ചിട്ട് കുറച്ച് ഉയരത്തിൽ ഇങ്ങനെ പടുത്തിട്ട് 2 സ്റ്റെപ്പ് വീണ്ടും താഴേക്ക് കൊടുത്തിട്ട് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോന്ന്. ചുമരിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉള്ള എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തേക്കിന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ തേക്കിന്റെ കുടുംബങ്ങൾ ഏതൊക്കെ ടൈപ്പാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ തേക്കിന്റെ തടികൾ വ്യത്യസ്ത തരത്തിലുള്ള തേക്കുകളുണ്ട്. വില കൂടിയ ടൈപ്പും ഉണ്ട്, വില കുറഞ്ഞ ടൈപ്പും ഉണ്ട്. അങ്ങനെ ഓരോ ഇതാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ തേക്ക് കുടുംബം എന്ന് പറഞ്ഞിട്ട് എന്താണ് തേക്ക്, എന്താണ്, എവിടുന്ന അത് ഉണ്ടായത്, അതിന്റെ ഭാഷ, ലാറ്റിൻ ഭാഷ, അങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെക്കൂല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദൈവടി അതിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് ഇങ്ങനെ ഇറങ്ങിയപ്പോ ഇങ്ങനെ തേക്കിന്റെ തടികൾ ഇങ്ങനെ നിറന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതൊന്ന് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെയും ഭയങ്കര തിരക്ക് കേട്ടോ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടേ. ഞങ്ങളെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയി വരും വെച്ച് ഇറങ്ങാണ്ട് മോള് വിളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഓളെ തിരക്കൂട്ടലുകൊണ്ട് ഓടിപ്പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. അതിന്റെ മുകളിൽ നിന്ന് അതിന്റെ മുകളിൽ കാണുന്ന ഇതാണ് കേട്ടോ. ഞാനൊന്ന് ക്യാമറ അങ്ങനെ ഒന്ന് പൊന്തിച്ചിങ്ങനെ പിടിച്ചപ്പോ അതിന്റെ മുകളിലൊക്കെ നല്ല രസമുണ്ട് കാണാന്. അങ്ങനെ ഞങ്ങൾ ആ തേക്കിന്റെ അടിയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നു.
ഇങ്ങനെ വന്നിട്ട് ഇവിടെയും കുറെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് ഏത് ടൈപ്പ് തടികളാണെന്നോ എന്തൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താ തേക്കും തോട്ടം മണ്ണിലുണ്ടാക്കുന്ന മാറ്റം, മണ്ണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ തേക്ക് കൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ നിങ്ങൾ കൊടുത്തിട്ട് ഇത് എനിക്ക് മനസ്സിലായില്ല, എന്താ ഈ സംഭവങ്ങൾ എന്നുള്ള മനസ്സിലായില്ല. പലതരം തേക്കിന്റെ ഇത് ഉള്ളത്തെ നിറം എന്താ അറിയില്ല, ഏതായാലും എനിക്ക് വല്ലാതെ അങ്ങോട്ട് മനസ്സിലായില്ല ആ ഒരു ഇതുണ്ട്. എന്നാലും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത്, പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് കേട്ടോ. അപ്പൊ അത് ഞാൻ കുറച്ച് വ്യക്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ട്രിപ്പ് പിന്നെ ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ട് അതും അവിടെ കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ഇതിനായിട്ട് ഒഴിഞ്ഞിട്ട് വരണം. നമ്മൾ കുട്ടികളെയും മക്കളെയും കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ പേരൻസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിനൊന്നും പറ്റൂല. ഇപ്പൊ പിന്നെ മോളെ തിരക്കൂട്ടലുകൊണ്ട് ഞാൻ അവിടുന്ന് വേഗം ഒറ്റയടിക്ക് ഇങ്ങനെ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെ പിന്നെ എടുത്ത് പോന്നിട്ട് കേട്ടോ. അപ്പൊ നല്ല നല്ല രസമാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പേസ് ആണ് കേട്ടോ അവിടെ, നല്ല രസമുണ്ട് കാണാന്. പിന്നെ ഇതിന്റെ ഉള്ളിൽ മാത്രമേ കുട്ടികൾക്കൊക്കെ കാര്യപ്പെട്ടതുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഗാർഡനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പുറത്ത് അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ പോണ സമയത്ത് നല്ല മഴ, പിന്നെ എന്താ പറയാ മഴയില്ല വെയിലില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയാ നമുക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ പുറത്തിറങ്ങാൻ പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറെ പുരാതന പിന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റേഡിയോ ബോക്സ്, അതുപോലെ പിന്നെ ചെറിയ എന്താ എന്തൊക്കെയോ പല പല പേരുകളുടെ ടൈപ്പ് സംഭവങ്ങളുണ്ട് കേട്ടോ. ദയവായി പിന്നെ പ്രദർശന വസ്തുക്കളെ തുടരുത് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ, ഓരോന്ന് തടി കൊണ്ട് ഓരോന്ന് ചെയ്ത് ഈ പിന്നെ തേക്കിന്റെ തടി കൊണ്ട് ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നപ്പോ പിന്നെ ഞാൻ വീഡിയോ എടുത്തും കണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പൊ 2 കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബർ ആണ്, വലിയ ഇതൊന്നല്ല എന്നാലും ചെറിയൊരു യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ വലിയൊരു തടി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിന്റെ വർഷവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ സാക്ഷി എന്നാണ് ഇവിടെ ഇതിനെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അതും അതുപോലെ തന്നെ ഒരു ബോർഡിലാക്കിയിട്ട് അവിടെ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ അതികായന്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് അത്, എങ്ങനെയാണ് അതിന്റെ വർഷവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ വീതിയും വിസ്തീർണം അങ്ങനത്തെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുപോകുമ്പോൾ ഒരു പറ്റ ചെറിയ കുട്ടികളല്ല, ഒരു പിന്നെ UP വിഭാഗം കുട്ടികളൊക്കെ പോകുമ്പോൾ അവർക്ക് അത്യാവശ്യം മനസ്സിലാക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ നല്ലൊരു ഇതാണ്, കാരണം അറിവുകൾ ഇങ്ങനത്തെ അറിവുകളൊക്കെ കിട്ടാനൊക്കെ. കാരണം ശേഖരണങ്ങളും ഇതൊക്കെ ഉള്ള കുട്ടികളല്ലേ, പിന്നെ കളക്ഷൻ അങ്ങനെ സ്റ്റാമ്പ്, അതുപോലെ തന്നെ അതേപോലെ ടൈപ്സ് ഓഫ് തേക്കിന്റെ വിത്തുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെയൊക്കെ. അപ്പൊ പണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനത്തെ ശേഖരണങ്ങളും കാര്യങ്ങളൊന്നും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഞാൻ വല്ലാതെ കാണുന്നില്ല. എനിക്കൊക്കെ സ്റ്റാമ്പ് കളക്ഷൻ, അതുപോലെ തന്നെ ഇങ്ങനെ ഞാനൊക്കെ ഈ പൂമ്പാറ്റ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പിന്നെ റോട്ടിലിടയിൽ ഇങ്ങനെ ശബ്ദം ഇറക്കണുണ്ട് ഞാനും തൊട്ടും അതിനെ കൊണ്ടുപോയിട്ട് ഞാൻ ബുക്കിൽ ഒട്ടിച്ചു വെക്കും. അങ്ങനെ അതുപോലെ അങ്ങനെ കുറെ സംഭവങ്ങൾ, പിന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ, അതിന്റെ എല്ലാം ഡാൻസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻ എനിക്കുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇപ്പൊ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ മേലക്ക് ഇങ്ങനെ കയറി വന്നിട്ട് പിന്നെയും കുറെ കാര്യങ്ങൾ, അതിന്റെ പുഷ്പിക്കലും കായ്ക്കലും, അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ പലതരത്തിലുള്ള വിത്തുകള് കണ്ടോ, തേക്കിന്റെ വിത്തുകള് പലതരത്തില് ഉണ്ട് ഇവിടെ, അതൊക്കെ ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. വിത്തിനെ കുറിച്ചിട്ടും ഇവിടെ വിശദമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തേക്കിന്റെ പലതരത്തിലുള്ള പിന്നെ വിത്തുകളും, പിന്നെ അതുപോലെ തന്നെ അതിന്റെ സ്വാഭാവിക പ്രജനനം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ കുട്ടികൾക്ക് അവിടുന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മള് തിരക്കിട്ട് പോകുമ്പോ പറ്റൂല ഇതെന്താണ് സംഭവം എന്നുള്ളതൊക്കെ അങ്ങനെ പോയിട്ട് നമ്മൾ ശരിക്കും തേക്കിനെ കുറിച്ചിട്ട് പിന്നെ മനസ്സിലാക്കുക ഇവിടെ വരുമ്പോഴാണ് കേട്ടോ. എന്താണ് എങ്ങനെയാണ് ഈ തേക്കിന്റെ വിവിധ ഇനം ടൈപ്പുകളും, പിന്നെ അതുപോലെ തന്നെ കളറ്, തേക്കിന് പല കളറ് ഉള്ള അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേക്കിന് വരുന്ന ഇതുണ്ടല്ലോ, എന്താണ് ഡാമേജും കാര്യങ്ങളും, അപ്പൊ അതിനെ കുറിച്ചിട്ടും അങ്ങനത്തെ അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വിത്ത് പാകപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ തിരക്ക് കാരണം എനിക്കിതൊന്നും
അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല. ഇൻഷാള്ള ഒരു ദിവസം ഒറ്റക്ക് വരണം. ഒറ്റക്ക് നല്ല ആരെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ അതിനെ കുറിച്ചിട്ടുള്ള അങ്ങനെ കൂടുതൽ വിശദീകരണം എടുക്കണം എന്നുള്ളത്. അതിന്റെ ഉള്ളിൽ മാത്രം കേട്ടോ, പുറത്തത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ഗാർഡനും കാര്യങ്ങളല്ല, ഇതിന്റെ ഉള്ളിൽ ഒന്ന് വിശദീകരിച്ച് തന്നെ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പൊ കണ്ട തേക്കിന്റെ തൈകളും കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ളത്, പിന്നെ ക്ലോണിങ് നടത്തിയിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ അതിന്റെ ഫോട്ടോകളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ വീണ്ടും അവിടുന്ന് പുറത്തിറങ്ങി. പിന്നെ അത് എങ്ങനെ പരിപാലിക്കുക എന്നുള്ള അതിനെ കുറിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തേക്കിനെ എങ്ങനെ നമുക്ക് പരിപാലിച്ചെടുക്കാം, പിന്നെ എങ്ങനെയൊക്കെ അതിന്റെ നോട്ടങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അതും ഇതേപോലെ തന്നെ നല്ല വിശദീകരിച്ച് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തോട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോകൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. തേക്കിന്റെ പലതരത്തിലുള്ള തടീന്റെ പിന്നെ ഫോട്ടോകളാണ് അവിടെ ഉള്ളത്. പിന്നെ ഇതിന്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിന്റെ പിന്നെ തേക്കിന്റെ പിന്നെ അനുയോജ്യമായിട്ട് തേക്ക് സ്റ്റമ്പുകൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാട്ടോ. അതായത് ഇതിപ്പോ അങ്ങനെ തേക്ക് നമ്മൾ വിത്ത് അങ്ങനെ ഇട്ടാല് പിന്നെ നമുക്ക് നമ്മൾ കുഴിച്ചിടാനൊക്കെ നോക്കുമ്പോ അതുപോലത്തെ നീണ്ട ടൈപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഇട്ട പിന്നെ കുറച്ച് കഴിഞ്ഞ പോലെ അടിപൊളി സംഭവം ഉണ്ട്. ഞാൻ കുറെ മുമ്പ് ചെറിയ കുട്ടിയെ വന്നപ്പോഴും ഈ ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ, ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് വലിയതൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് ആ വലിയതിനൊന്നും കാണാനില്ല. എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള പലതരത്തിലുള്ള പൂമ്പാറ്റകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ട് തേക്ക് തോട്ടത്തിലെ പിന്നെ തേക്കും തോട്ടത്തിലെ എന്താ ഷഡ്പദങ്ങൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് മേലെ. പിന്നെ വേറെ എന്തൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ എടുക്കാൻ പോയില്ല. പിന്നെ അതുപോലെ തന്നെ പ്രാണികൾ ഇട്ട് ഈ തേക്ക് കേടെടുത്താൻ വരുന്ന പ്രാണികളില്ലേ, അതിന്റെ ഫോട്ടോകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ഇപ്പുറത്ത് അതുപോലെ തന്നെ പിന്നെ ഇല കൊഴിഞ്ഞ തോട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലതീനി പുഴുക്കൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ സംഭവം, എങ്ങനെയൊക്കെ പിന്നെ അതിന്റെ മുട്ട, അതിന്റെ പ്യൂപ്പ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തേക്കും പരിസ്ഥിതി എന്നും പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ മൃഗങ്ങളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആ ഒരു ചില്ലുമൊക്കെ ലൈറ്റ് അടിക്കൊണ്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത ചില്ലുമ്പോ അങ്ങനെ ടൈറ്റ് ആയിട്ട് വെച്ചപ്പോ അങ്ങനെ അമർത്തി വെച്ചപ്പോ കുറച്ച് ഏകദേശം ഒക്കെ കണ്ടു. പിന്നെ നമ്മളവിടെ വിക്കാസ്, കൊടാലി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അതിലുണ്ട് കേട്ടോ. പിന്നെ അതിന് എന്തൊക്കെയാ പറയാനുള്ള മറ്റു പേരുകളൊന്നും എനിക്കറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തേക്ക് മുറിക്കൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉദ്ദേശിക്കുന്നു. അതായത് അതിന്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് മലയാളം അറിയാത്ത ആളുകൾക്ക് ഇംഗ്ലീഷ് നോക്കാം, ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾക്ക് മലയാളത്തിൽ മനസ്സിലാക്കി എടുക്കാം കേട്ടോ. അപ്പോ പിന്നെ തേക്ക് തടിയുടെ സഞ്ചാര പാതകളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതിച്ചിരിക്കണ്. അവിടെ നല്ല നല്ല രസാട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസും ഇതൊക്കെ എടുക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊന്നും ഇതിലൊന്നും ഒരുപാട് ടൈമൊന്നും കൂടി എടുത്തിട്ടുണ്ട്. ഫോട്ടോകളൊക്കെ ഞങ്ങൾ ഗാർഡനിലും ഇതിലൊക്കെ പോയിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് വേറൊരു സ്ഥലത്തുനിന്ന് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തുനിന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയും ആൾക്കാരുണ്ട്. ഇനി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി അന്നത്തെ പോക്ക്. അത് ആ ഒരു ഗാർഡന്റെ ഉള്ളിൽ കൂടിയും ഒക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അല്ല കല്യാണത്തിന് വന്ന പോലെ അത്ര ജനങ്ങളെ ഞങ്ങൾ പോയ ഈ ദിവസം കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള തടികളുണ്ട്. തേക്ക് മാത്രമല്ല, ഈട്ടി, കരിമരുത്, അങ്ങനെ അങ്ങനെ ഓരോ പേരുള്ള പ്ലാവ്, അങ്ങനെ പലതരത്തിലുള്ള ഓരോ മരത്തിന്റെയും പിന്നെ ഓരോ ഇത് പീസ് എടുത്തുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേക്ക് തടിന്റെ ഗുണമേന്മ അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് കുറെ കാണാനുണ്ട് കേട്ടോ. എല്ലാം അങ്ങനെ എടുക്കാനൊന്നും ടൈം കിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വിവിധ തരം തേക്ക് തടികൾ നമ്മൾ കൊടുത്തിട്ട് കേട്ടോ. അതിന്റെ ഒക്കെ ഓരോ ഇതിങ്ങനെ അതിന്റെ പേരും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിന്റെ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിരിക്കണം. പിന്നെ ഇത് വന്നിട്ട് അതിന്റെ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് തേക്കിന്റെ വൈകല്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അങ്ങനെയും വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വൈകല്യങ്ങളൊക്കെ എന്താന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഇത് ഓരോന്നും ഉണ്ട് കേട്ടോ. ഒരു പിന്നെ കുറെ ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങളല്ല, തേക്ക് തടി തന്നെ അവിടെ തേക്കിന്റെ തടിന്റെ ചെറിയൊരു ഭാഗം തന്നെ അങ്ങനത്തെ വൈകല്യങ്ങൾ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ സമ്പദ് ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈലൊക്കെ അങ്ങനെ എടുത്ത് നടക്കുമ്പോ പിന്നെ ഗതികേടും ഉണ്ട്. നമ്മളിങ്ങനെ വീഡിയോ എടുക്കല്ലേ. അപ്പൊ മാക്സിമം ഞാൻ വീഡിയോ ഒക്കെ കുറക്കാനൊക്കെ നോക്കി, സ്പീഡൊക്കെ കൂട്ടി വെക്കാനൊക്കെ. പക്ഷെ സ്പീഡ് കൂട്ടി വെച്ച എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് പിന്നെ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പിന്നെ എന്തായാലും വന്നില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണ്ട. അപ്പൊ ഇതിന്റെ ഒക്കെ മുകളിൽ എല്ലാത്തിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് തുടരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ പഴയ ചെരവ്, അതുപോലെ തന്നെ മുതടി, ആ ചെരുപ്പുണ്ടല്ലോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ പെട്ടെന്ന് എടുത്തു വരുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ പത്തായപ്പെട്ടി പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ല ഇങ്ങനെ ഓരോ പെട്ടകം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടകം അങ്ങനത്തെ ഒരു പെട്ടിന്റെ കയ്യിലുണ്ടായിരുന്നു. പെട്ടകാണെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ബാരൽ എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്. പിന്നെ മരുന്ന് വെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ രണ്ടു വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് വലുതൊന്ന് കുറച്ച് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പല്ലാങ്കുഴി അതിന്റെ പേര് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ ഈ പല്ലാങ്കുഴിന്ന് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണും. ഞാനും ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. പിന്നെ ഒരു തൊട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഞങ്ങൾ താഴേക്കന്നെ ഇറങ്ങിട്ടോ. പിന്നെ എന്താ വെച്ചാല് പിന്നെ ഗാർഡനും കാര്യങ്ങളൊക്കെ ചുറ്റി കാണണല്ലോ. അപ്പൊ കുട്ടികളെ തിരക്കുട്ടിയപ്പോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. പിന്നെ അവിടെ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഒരു പത്തായം വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ നെല്ലൊക്കെ സൂക്ഷിക്കാനൊക്കെ എടുത്തിരുന്ന ഒരു സംഭവമാണിത്. അങ്ങനെ അവിടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാ. പക്ഷെ അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കരുത്. എന്താ സംഭവം എന്നുള്ള അറിയില്ല. ഇതിങ്ങനെ ഇരിക്കാനുള്ള ഒരു ആ ഒരു മോഡലിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് എത്തിട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ കറങ്ങി വന്നപ്പോഴത്തെ എല്ലാവരും എന്നെ ക്ഷീണിച്ചു. അപ്പൊ കുറച്ചേരം ഒന്ന് ഇവിടെ ഇരിക്കാറുണ്ട് കണ്ട് ഞങ്ങളൊന്ന് ഇരുന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് പോകും കേട്ടോ. അപ്പൊ നല്ല രസമുണ്ട്. ഇപ്പൊ കാണാനൊക്കെ സംഭവം നല്ല ഉഷാറാണ്.
പിന്നെ അങ്ങനെ പോയപ്പോ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഐസ്ക്രീമിന്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മള് എന്താ ബോട്ടിൽ വെള്ളം കൊണ്ടുവരാനും അതുപോലെ തന്നെ ഫുഡ് എന്തെങ്കിലുമൊക്കെ കൈ പിടിച്ചിട്ട് പോരാനും അതൊന്നും നടക്കൂല കേട്ടോ. അതൊക്കെ നമ്മള് പുറത്ത് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഒന്നും ഉണ്ടാവരുത്. പിന്നെ അല്ലാത്തത് എന്തുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. നമ്മളെ ഫുഡിന്റെ വേസ്റ്റുകളും കാര്യങ്ങളും ഒന്നും തന്നെ അതിന്റെ ഉള്ളിൽ ഒന്നും ഇടാൻ പാടില്ല. അത്രയും വൃത്തിയുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അവരങ്ങനെ കൊണ്ടു നടക്കണതാണ്. അപ്പൊ പോണോലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാതെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരിസ്ഥിതികൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ മോളും പിന്നെ ഏട്ടത്തിന്റെ മോനൊക്കെ പോയിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാന്ന് കണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങി. ഞങ്ങള് 20 രൂപന്റെ ഐസ്ക്രീം ആട്ടോ വാങ്ങി. 20, 30, 40 അങ്ങനെ പല വിലന്റെയാണ് പറഞ്ഞത്. ഐസ്ക്രീം വാങ്ങുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല, അത് മോള് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഐസ്ക്രീം കഴിക്കാൻ ടേസ്റ്റ് 20 രൂപന്റെയാണ്. മറ്റതൊക്കെ കളറൊക്കെ ചേർത്ത് വെറുതെ ഓരോ പേരിട്ട് കൊടുത്ത അങ്ങനത്തെ ഓരോ ഐസ്ക്രീമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ കണ്ട ഐസ്ക്രീം, അവർക്ക് ഭയങ്കര സന്തോഷം ഐസ്ക്രീം കിട്ടിയപ്പോ. പിന്നെ ഈ ഐസ്ക്രീം കഴിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നമുക്ക് പണ്ടൊക്കെ വീടിന്റെ മുമ്പ് കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഐസ്ക്രീമൊക്കെ. 10 രൂപ 15 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് 5 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അങ്ങനത്തെ ഐസൊന്നും അധികം വരുന്നില്ല. അതോ അങ്ങനെ കുഞ്ഞിക്കുട്ടി കണ്ടില്ല, അങ്ങനെ ഭയങ്കര ഇഷ്ടമായി ഐസ്ക്രീം. പക്ഷെ അല്ലാതെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ലാതെ കൊടുത്തിട്ടില്ല. ചെറിയ കുട്ടിയല്ലേ, കഫക്കെട്ടും കാര്യമൊക്കെ ഉണ്ടാവും വെച്ചിട്ട് വെറുതെ ഒന്ന് തൊട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിന്റെ മ്യൂസിയത്തിന്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. ഞങ്ങള് ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു. അപ്പൊ അവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ 2 തവളക്കുട്ടന്മാരങ്ങനെ ഇരുന്നിട്ട് ചെസ് കളിക്കണ ഒരു ഇതുണ്ട് അവിടെ ഇങ്ങനെ കാണണം. അപ്പൊ ഓരോന്നിന്റെ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ഗാർഡന്റെ അവിടെ ഉള്ള ചെടികളെ പേരും അങ്ങനെയൊക്കെ അവിടെ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിറയെ മീനുകളാട്ടോ, പല തരത്തിലുള്ള മീനുകളുണ്ട്. നല്ല രസം കാണാനിട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പോയിട്ട് അധികം എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും പിന്നെ ഏട്ടത്തിന്റെ മോൻ കാട്ടി തന്നാ ഇവിടെ എന്തോ എടുക്കുന്ന് പറഞ്ഞിട്ട് അപ്പൊ ഓടി പോയിട്ട് പിന്നെ മീനിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. പിന്നെ വലിയ തോന്നുന്നുണ്ട് കേട്ടോ, കുറെ അപ്പുറത്താണ്. പക്ഷെ അതിനെ വീഡിയോ എടുക്കാൻ കഴിയില്ല. അത് ഈ കളറല്ല കേട്ടോ, ഇത് ഇങ്ങനത്തെ കളറ്. പിന്നെ ഒരു ബ്ലാക്ക് കളറായിട്ടാണ് കുറച്ച് വലുതായിട്ട് നിൽക്കുന്നത്. കുറച്ച് അങ്ങോട്ട് പിന്നെ നീന്തിപ്പോയ പിന്നെ കണ്ട കുറച്ച് അടുത്തുനിന്ന് എടുക്കാനൊക്കെ ഞാൻ നോക്കി. പക്ഷെ അതിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റൂലല്ലോ. നമ്മള് ആ ഒരു പിന്നെ ചുറ്റോട് ഇങ്ങനെ ഒരു പിന്നെ അതിനൊരു എന്താ സേഫ് ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റോട് കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിൽ കുഞ്ഞു കുട്ടികളൊക്കെ കയറുന്നൊക്കെ കരുതിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് പിന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ പല നാട്ടിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ സായിപ്പന്മാരും അങ്ങനെ ഓരോരുത്തരുണ്ട് കേട്ടോ. അവർക്കൊക്കെ അതൊരു തന്നെയാണ്. പിന്നെ ഇങ്ങനെ വന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതുണ്ട് കേട്ടോ ഇവിടെ. ചെറിയ ചെറിയ ഊഞ്ഞാലിയും അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ട ജൈവ വിഭവ ഉദ്യാനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി. അവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായിട്ടൊരു കാര്യം കാണാൻ പറ്റി. ഒരു കുട്ടി, ഒരു സുഖമില്ലാത്ത കുട്ടീനെ ഒരു ടീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കുട്ടി വീൽ ചെയറിലാണ്. വീൽ ചെയർ എന്ന് പറഞ്ഞാല് ആ കുട്ടിക്ക് എണീറ്റ് നടക്കാനോ ഒന്നും ആ കുട്ടിന്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും ആ കുട്ടിക്ക് ആവൂല. അങ്ങനത്തെ ഒരു കുട്ടി കേട്ടോ. അപ്പൊ ആ കുട്ടീനെ കൊണ്ടുവന്നിട്ട് കുട്ടി ഓരോന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ താളം കാട്ടിയിട്ടൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കയറില്ല. അപ്പൊ ഒരു കുട്ടി നല്ല സപ്പോർട്ടാണ് കേട്ടോ. ആ കുട്ടീനെ പിന്നെ അങ്ങനെ യന്ത്രാലി വെക്കുന്നുണ്ട്. അതേപോലത്തെ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇരുത്തി താഴേക്ക് ഇതാക്കാനുണ്ട്. അങ്ങനെയൊക്കെ നല്ല പിന്നെ ഒരു ഇതിട്ട് ആ കുട്ടീനോടുള്ള പെരുമാറ്റം അതൊന്നും അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര സങ്കടമായി. കാരണം എന്തായാലും അങ്ങനത്തെ അസുഖമുള്ള കുട്ടികൾക്ക് ആ കുട്ടികളെ പിന്നെ രക്ഷിതാക്കൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നല്ലൊരു ഇത് കിട്ടുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ പിന്നെ സുഖമില്ലാതെ എണീക്കാൻ വയ്യാത്തൊക്കെ കുട്ടികളൊക്കെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒന്നും ഒരു അസുഖം ആർക്കും വരാതിരിക്കട്ടെ. അങ്ങനത്തെ ഇതിനൊക്കെ നമ്മളെ ദൈവം കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസം. കുട്ടികളൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ കയറി കുട്ടികൾക്ക് എന്തൊക്കെ കാട്ടേണ്ടതെന്നറിയില്ല. അപ്പോൾ അനിയത്തിന്റെ മോള് ഭയങ്കര മെടുക്കട്ടോ. അത് എന്താന്ന് ചോദിച്ചാൽ അവർക്ക് പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഏട്ടത്തിന്റെ മുക്ക് പേടിയൊന്നുള്ളൂ. ആദ്യം ഒന്ന് കയറി പതുക്കൊക്കെ ഒന്ന് വരുള്ളൂ. പിന്നെ അങ്ങനെ കയറി ഭയത്തൊക്കെ മാറിയതിന് ശേഷം അവള് ഉഷാറായിട്ട് വരുള്ളൂ കേട്ടോ. എന്നാൽ മറ്റൊക്കെ അങ്ങനെയല്ല, പേടി എന്ന് പറയുന്ന സംഭവം തന്നെ നോക്കില്ല. ഓണിങ്ങോട്ട് കയറും വീണാ വീണു, ഇല്ലെങ്കിൽ എത്രയോടത്ത് എത്തുന്നു പറഞ്ഞു കണ്ടാണ് വരും കേട്ടോ. ഇതൊക്കെ ഭയങ്കര പേടിയ മുന്നിൽ ബാക്കിൽ പോകുമ്പോൾ ഒരു പേടിയില്ല. അങ്ങനെ കണ്ടപ്പോ നല്ല മനോഹരമായിട്ടുള്ള പൂവ് ഇങ്ങനെ കണ്ടിട്ടോ, ഫ്ലവർ. അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ അങ്ങനെ നടക്കാൻ ഒത്തിരി ഉണ്ട്. കുറച്ചു നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇവിടെ ഇരിക്കും, പിന്നെ വീണ്ടും നടക്കും. അങ്ങനെ പോയിട്ടോ.
പിന്നെ കുട്ടികളെ വിളിച്ചിട്ട് വരില്ല, കുട്ടികളെ അവിടെ കളിക്കല്ല, വാ നമുക്ക് അവിടെയൊക്കെ പോയി കണ്ടിട്ട് വരാന്ന് പറയുമ്പോ നിക്കി കുറച്ചുകൂടി നേരം ഇവിടെ നിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങള് കുറച്ചേരം കൂടെ അവിടെ നിന്ന് പിന്നെ ഞങ്ങള് അങ്ങനെ പോയിക്കൊണ്ട് നിക്കട്ടെ. അവിടെ കുറെ നടക്കോടത്ത് കണ്ട ഭയങ്കര തിരക്കാണ്, കണ്ടില്ലേ? തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് വരണം, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനും പിന്നെ എന്തൊക്കെ എന്താ പറയുക ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ വീഡിയോ എടുക്കൽ ഫോട്ടോ എടുക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന് പറ്റൂല. അങ്ങനെ ചെറിയ കുട്ടീനെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞങ്ങളെ കുഞ്ഞിക്കുട്ടിയായിട്ടത്, ഞങ്ങളെ ചെറിയ കുട്ടിയാണ് ഞങ്ങളെ കുടുംബത്തിൻ്റെ. അപ്പോൾ ഓനൊരു പേടിയൊന്നുമില്ല, ഓന അതിൽ വെച്ചപ്പോൾ ഉഷാറായിട്ട് വന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങള് ഓർക്കിഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതെന്താ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ ഞങ്ങളെ അക്കൂരൊന്ന് വീഡിയോ എടുത്തിട്ട് വിചാരിച്ചിട്ട് അവരോട് നടന്നിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പൊ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ വന്നിട്ടു. അപ്പൊ അങ്ങനെയല്ല, സാവധാനം വാന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. അപ്പൊ അവിടെ നിൽക്കുന്നു പറഞ്ഞപ്പോ അവിടെ നിന്നിട്ടോ ആള്. പിന്നെ വീണ്ടും ഇങ്ങനെ മുന്നിട്ട് ഇങ്ങനെ വന്നിട്ടോ. ഓനത് ഒരു രസമായിരുന്നു, അവരിങ്ങനെ ഓടിങ്ങനെ നടക്കാനൊക്കെ. ഓനൊരു ഇഷ്ടമായി, കാരണം നടക്കാൻ പറ്റിയ സ്ഥലം. ഓനെന്റെ കുഞ്ഞിക്കാലും കൊണ്ട് അങ്ങനെ നടന്നു വന്നു കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയെ കാണാന്. ചില കുട്ടികൾ അതിൽ ചാടി കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നന്നായിട്ട് ചാടി കളിക്കണ്ട, അതിങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ നിന്നിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. വലുതൊന്നും അല്ല, ഞാനിങ്ങനെ അടുത്ത് കൂടെ ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. അപ്പൊ അങ്ങനെ കാണുമ്പോ അങ്ങനെ തോന്നാണ്. ഞാൻ അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് അങ്ങനെ വലിയൊരു ദിമ നിർത്തണ പോലെയൊക്കെ വീഡിയോ എടുത്തത് കൊണ്ടാണ് കേട്ടോ. ചെറുതാണ്, ഇത്ര ഇങ്ങനെ കാണുന്ന പോലെ ഒന്നുമില്ല, നമുക്കിപ്പോ വലിയതായിട്ട് തോന്നുന്നില്ല, ചെറുതാണ് കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കഴിഞ്ഞ് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം കുറെ ഉസ്താദുമാരും ഒക്കെ വന്നിട്ടുണ്ട്. കുറെ അങ്ങനെ കുട്ടികളൊക്കെ കൊണ്ട് ചിലപ്പോ അങ്ങനെ ഫാമിലി ടൂറൊക്കെ വന്നേക്കാരം പോലെ ഒരു കുടുംബങ്ങളൊക്കെ കുറെ ഉണ്ടായിരുന്നു അവിടെ. നടന്നിട്ടാണ് തേങ്ങും ഇവിടെ വന്നാല് അതപ്പൊ ഉണ്ടാകുക. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ കാണണ്ടല്ലോ ഒരു വലിയൊരു ഇത്. അതിൽ കേറിയിട്ട് നോക്കിയാല് അവിടെ അതിന്റെ ചുറ്റുപാടത്തിൽ, അതായത് ഇവിടെ ഉള്ള ഗാർഡൻ കംപ്ലീറ്റ് കാണാൻ പറ്റൂട്ടോ. അപ്പൊ അങ്ങനെ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ അതിക്ക് കയറാൻ പോവാണേ. അപ്പൊ അങ്ങനെ ഈ ഒരു ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കയറി പോവാണ്. പിന്നെ അതിന്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയാല് ചുറ്റുഭാഗത്തുള്ള, അതായത് അതിന്റെ ഗാർഡന്റെ കംപ്ലീറ്റ് ഏകദേശം 3/4 ഭാഗത്തോളം നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാൻ കഴിയും കേട്ടോ. ഒരു മ്യൂസിയത്തിന്റെ ഗാർഡൻ കംപ്ലീറ്റ്. അപ്പൊ നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് കേട്ടോ. പിന്നെ അതിന്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ കയറ്റൂല.
പിന്നെ അതിന്റെ സൈഡിലൂടെ അങ്ങനെ ചെറിയ ചെറിയ വഴികൾ കൊടുത്തിട്ടുണ്ട്, അതിൽ മാത്രം പോവാന്നല്ലാതെ അതിന്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്കിപ്പോ അങ്ങനെ പിന്നെ അതിന്റെ ഉള്ളിലൊക്കെ കയറി എടുത്താൽ നല്ല ഭംഗിണ്ടാവും. പക്ഷെ അതിനൊന്നും അവർ സമ്മതിക്കൂല. പിന്നെ അത് അത്രയും ഒരു ഇതിലാണ്, അത്രയും കെയർ ചെയ്ത് കണ്ടാണ് അവർ കൊണ്ടെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അതിന്റെ ഉള്ളിൽ അവര് കയറ്റാത്തത്. അവര് പുറമേയുള്ള അല്ലാത്ത സ്ഥലങ്ങളും ആ വഴിയിലൂടെ മാത്രം നമ്മൾ നടക്കുക, മറ്റതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ വിട്ടുന്നു ഇങ്ങനെ ആ ഒരു ഇതിൽ. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ആനത്താമര കണ്ടത്. അപ്പൊ ഒരു താമര അവിടെ വിരിഞ്ഞു വന്നിട്ടുണ്ട്, മൊട്ടുണ്ട്. പിന്നെ ഈ ഒരു ആനത്താമരന്റെ ഉള്ളില് ഒരു 5 കിലോ വരെ ഭാരം താങ്ങുന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല ഭാരം താങ്ങിയിട്ടൊന്നും. പിന്നെ അവിടുന്ന് ഞങ്ങള് വീണ്ടും അങ്ങനെ നടന്ന് നമുക്ക് കുറച്ചേരം ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് കുറച്ചേരം ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പൊ അക്ക് ഭയങ്കര പിത്തന, അത് ഓടുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പിടിച്ചിട്ട് ആ ഒരു പിന്നെ കവുങ്ങുമ്മ ആ ഒരു മരത്തുമ്മ ഞാൻ അവിടെ പിടിച്ചു വെച്ചിട്ടോ. പിന്നെ ഭയങ്കര ദാഹം, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട്, വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ആദിവാസിന്റെ ഒരു പ്രതിമനെ കണ്ടത്. നല്ല ഭംഗി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടാല് ആദിവാസിന്റെ ആ ഒരു ലുക്ക് തന്നെയാണ്. നല്ലൊരു എന്താ പറയാ, നല്ലൊരു കഴിവ് തന്നെയാണ് ഉണ്ടാക്കിയ ആൾക്ക്. ആ ഒരു എന്താ പറയാ, അവരെ ആ ഒരു പിന്നെ ആദിവാസി വർഗത്തിന്റെ ആ ഒരു കമ്മലും അതൊക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളെ ചുറ്റി കാണാനൊക്കെ ഇവിടെ കഴിഞ്ഞു. പിന്നെ കുറച്ചും കൂടി ഒക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ ഞാൻ എടുത്തൊക്കെ ചെയ്തിരിക്കണം, എല്ലാം ഇതിൽ ഇടണ്ടാന്ന് വെച്ചിട്ടാണ്. എന്തായാലും അത്യാവശ്യം കാണാനുള്ള കാര്യങ്ങളൊക്കെ, അവിടെ ഉള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണ്. പിന്നെ ഇങ്ങനെ കുറെ ഇങ്ങനെ നടക്കാനുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ അതൊക്കെ ഏകദേശം ഇവിടെ എന്താണ് സംഭവം എന്നുള്ള എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോ എല്ലാവരും പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. വീണ്ടും ഇതുപോലെ തന്നെ ട്രാവലിംഗ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഞാനിവിടെ വൈൻഡ്